നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരികളുടെ മേലധികാരി സ്ഥാനത്തോടു കൂടിയതായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഒരുപക്ഷെ ഒരു ഗൃഹം വാങ്ങിക്കുക, അല്ലെങ്കിൽ ബൃഹത്തായിട്ടുള്ളൊരു വീട് വാടകയ്ക്കെടുക്കുക, അല്ലെങ്കിൽ വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വ്യക്തിപരമായിട്ട് നേട്ടവും അതിലുപരി കുടുംബാംഗങ്ങൾക്കും എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ 2026 ഉണ്ടാകുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുകയും പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഉദ്യോഗത്തിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്കും സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനും കഴിഞ്ഞ വർഷത്തെ നഷ്ടകഷ്ടങ്ങളെല്ലാം തന്നെ അതിനെ ഉദ്ധരിക്കുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വന്ന് ചേരുവാനും ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. പാരമ്പര്യമായിട്ടുള്ളതും പരമ്പരാഗതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ അനുവർത്തിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതുമാണ്. നിലവിലുള്ള വികസിത രാഷ്ട്രത്തിൽ അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് യാത്ര തിരിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനോ ഉള്ള അവസരങ്ങൾക്ക് യോഗം പോലും കാണുന്നതുമുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പ്രവൃത്തി പരിചയത്താൽ പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഇടവരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ക്രിയാത്മകമായിട്ടുള്ള പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ചും കൊണ്ട് പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി സൽകീർത്തിയും വന്നു ചേരുവാനിടയുണ്ട്. ബൃഹത് പദ്ധതികൾ ഏറ്റെടുത്ത് 2027 ജൂൺ ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാൻ തക്കവണ്ണം വളരെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഉദര നീർദോഷ വാതരോഗപീഠകൾക്ക് നിദാനമായിട്ടുള്ള രക്തത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഇവയൊക്കെ തന്നെ മനസ്സിന് സ്വല്പം സമാധാനക്കേടൊക്കെ ഉണ്ടാക്കുമെങ്കിലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാലും യോഗം പ്രാണായാമം സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിന് വഴിയും ഒരു പരിധിവരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും രോഗശമനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുവാനും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും അവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല എന്ന മനസ്സോടുകൂടി ചിലരെല്ലാം പിന്മാറുവാനിടയുണ്ട്. ചിലർ നാട്ടിൽ തന്നെ ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട്. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരം വന്നു ചേരും. പരിശീലനക്കുറവ് നികത്തി കൃത്യമായുള്ള പരിശീലനങ്ങളെല്ലാം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഓർമ്മശക്തി കുറവ് ഉണ്ടാവാതിരിക്കാൻ തന്നെ അതിന് തക്കവണ്ണമുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല വിധത്തിലുള്ള വിമർശനങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനം, ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ
എല്ലാത്തിലും ഒരു തന്മയത്വത്തോടു കൂടിയതായുള്ള സമീപനം എന്നിവ എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായമോ അല്ലെങ്കിൽ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുവാൻ അവസരം വന്നു ചേരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി കാർഷികമായിട്ടുള്ള മേഖലയിലൊക്കെ തുടക്കം കുറിക്കുവാനിടയുണ്ട്. 2027 ജൂണിൻ്റെ മുൻപ് വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി കൃഷികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കാനിടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ലോക്യം കൂടുവാൻ അവസരം വന്നു ചേരും. വിൽപ്പനോദ്ദേശത്തോടുകൂടി ജൂൺ മാസം മുതൽ ഭൂമി വാങ്ങിക്കുവാനും 2027 ജൂണിൻ്റെ ഉള്ളിൽ നല്ല വിലയ്ക്ക് വിൽപ്പനയ്ക്കും സാധ്യത കാണുന്നതുമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ മനനം ചെയ്തും കൊണ്ടും എഴുതി വച്ചുകൊണ്ടെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു. പൊതുവെ ഈ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യകാര്യങ്ങളിലും സ്വല്പം സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലും കുടുംബജീവിതത്തിലും കുറച്ചൊരു സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതെല്ലാം തന്നെ നിസ്സാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ എല്ലാ പ്രകാരത്തിലും സമാധാന അന്തരീക്ഷത്തോടു കൂടിയതായിട്ടുള്ള ജീവിതം നയിക്കാനും ജോലിയിലും തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നേട്ടം കൈവരുവാനും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 യോഗം കാണുന്നുണ്ട്.